നമസ്കാരം. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ദളപതി വിജയിയുടെ ഒരു മാസ് ഉത്തരവാണ് ഇന്നത്തെ മലയാള മാധ്യമങ്ങൾ എടുത്ത് കാണിക്കുന്നത്. അതായത് ഒരു ഭരണാധികാരി വിചാരിച്ചാൽ, ഒരു എന്താ പറയുക, കാര്യബോധമുള്ള ഒരു ഭരണാധികാരി ഒരൊറ്റ ഒരാൾ വിചാരിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും, എല്ലാവരും അവരവരുടെ പണിയെടുക്കുമെന്നാണ്. നമ്മൾ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു പരാതിയുണ്ട്. അവർ കസേരയിൽ നിന്ന് അനങ്ങില്ല. ഈ സാധാരണക്കാരായ ജനങ്ങളുണ്ട്, ടാക്സ് കൊടുക്കുന്ന, നികുതി കൊടുക്കുന്ന ഈ സാധാരണ ജനങ്ങൾ, അവർക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ വേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണോ വേണ്ടത്, അതൊക്കെ കൃത്യമായി നടപ്പിലാക്കി അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നമ്മൾ അവിടെ നിയമിച്ചേക്കുന്നത്. അതായത് ഒരു കൈവശാവാസ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭവന നിർമ്മാണ വായ്പ വേണമെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ എന്തൊക്കെ കടലാസുകൾ ആവശ്യമുണ്ടോ ആ കടലാസുകൾക്ക് എല്ലായിടത്തുനിന്ന് ശരിയാക്കി കൊടുത്ത് അതെല്ലാം ക്രോഡീകരിച്ച് ഇയാൾക്ക് ആ ആനുകൂല്യം കിട്ടുന്നതുവരെയുള്ള എല്ലാ പണികളും എടുക്കേണ്ടതാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത്, ആരാണോ അപേക്ഷകൻ, അപേക്ഷ എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ശമ്പളം കൊടുത്തിരുത്തിയവന്റെ അടുത്ത് അപേക്ഷയും കൊണ്ട് ചെല്ലുകയാണ്. ആ വാക്കിന് തന്നെ ഒരു ഒരു വൃത്തികെട്ട ഒരു പ്രയോഗമാണത്. ആ ധാർഷ്ട്യതയുടെ വേണ്ട മാന്യമായ ഭാഷ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ഇവരങ്ങനെയല്ലല്ലോ. അപേക്ഷയാണ് കൊണ്ട് കൊടുക്കേണ്ടത്, അപേക്ഷിക്കുന്നു എന്ന് പറയണം. അതായത് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ വോട്ട് കൊടുത്ത് തെരഞ്ഞെടുത്ത് അവിടെ അയച്ചിട്ടുള്ള ജനപ്രതിനിധികൾ, നമുക്ക് വേണ്ടി നിയമിച്ചു തന്നിട്ടുള്ള ആൾക്കാർ നമ്മളെ അടിമകളെ പോലെ കാണുന്നു. പട്ടികളെ വില പോലും തരുന്നില്ല, ഇല്ലേ? നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റിന് നാളെ വാ എന്ന് പറയണം. എന്നിട്ട് പോരാഞ്ഞിട്ട് യോമാർക്ക് നോട്ട് കെട്ടുകൾ എണ്ണി കൊടുക്കാൻ വേണം, എന്നാൽ തന്നെ കിട്ടും. ഇല്ല, ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥർ, എന്താണ് അവരുടെ പണി എന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി വിജയ് പഠിപ്പിച്ചു തുടങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇവിടെ അറിയുന്നത്. ഇനി ഇവിടെ ഇളകി തുടങ്ങുമെന്ന് നമുക്ക് തോന്നാം. കാരണം ഏത് പൊട്ടത്തരമായാലും ഏത് വലിയ കാര്യമായാലും ഏതെങ്കിലും ഒരുത്തന്റെ തലയിലാണല്ലോ ആദ്യം ഉദിക്കുന്നത്. ഇവിടെ വിജയ് അങ്ങനെ തുടങ്ങി വെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിജയ് ഇപ്പൊ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് തമിഴ്നാടിന്റെ മുഖം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഉത്തരവാണ്. വെറും 6 മാസത്തിനുള്ളിൽ, അതായത് കൗണ്ട് ഡൗൺ കൊടുത്തിട്ടുണ്ട്, 6 മാസത്തിനുള്ളിൽ തീരുമാനമാക്കണം. ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ശുചിത്വവും പച്ചപ്പും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തണം എന്നാണ് പറയുന്നത്. അതായത് കടുത്ത നടപടികളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. AC റൂമുകളിൽ ഇരുന്ന് ഫയലുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു ആഘോഷകാലം അവസാനിച്ചിരിക്കുക. രാവിലെ പുലർച്ചെ തന്നെ അവർ ഫീൽഡിൽ ഇറങ്ങണം, എന്നിട്ട് അവരുടെ ജോലി അവർ പ്രവർത്തിക്കണം, എന്തൊക്കെയാണ് ചുറ്റുവട്ടം നടക്കുന്നതെന്ന് കണ്ടെത്തണം. അതായത് ഭരണ സംവിധാനത്തിന് ഒരു പുതിയ ഒരു ഊർജം നൽകുന്ന ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ അറിയണം. ഈ ഉത്തരവിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നഗരങ്ങളെ വൃത്തിയുള്ളതാക്കുക എന്നതാ. നമുക്കറിയാലോ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂല, നമ്മുടെ നഗരങ്ങളിൽ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റൂല, അതാണ് അവസ്ഥ. പക്ഷെ അതിന്റെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വിജയ് അവരുടെ നഗരങ്ങളെ വൃത്തിയാക്കാൻ, റോഡുകളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ സർക്കാർ കെട്ടിടങ്ങളിൽ, അവിടെ ഒന്ന് ചവറോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ മറ്റ് നിർമ്മാണാവശേഷം കട്ടയും മെറ്റലും അതൊക്കെ വാരി കൂട്ടിയിടുന്ന പരിപാടി ഉണ്ടല്ലോ. അമ്മാതിരിയുള്ള ഒരു സാധനം എവിടെയും കൂട്ടിയിടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത നിമിഷം അത് നീക്കം ചെയ്യണം. അത് മാത്രമല്ല, ഈ പാലങ്ങള്, അതുപോലെ തൂണുകള്, ഇതിലൊക്കെ കെട്ടിടങ്ങൾ ചുമരുകളിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അമ്മാതിരിയുള്ള പരിപാടി, നിയമവിരുദ്ധമായിട്ട് പോസ്റ്ററുകൾ, ബാനറുകൾ എവിടെയെങ്കിലും ഒട്ടിക്കുക കെട്ടുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ സംസ്കാരത്തിന് പൂർണ്ണമായ വിലക്കാണ്, അതിന് പാടില്ല എന്നാണ് വിജയ് സർക്കാർ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇത്തരത്തിൽ ഈ നഗരങ്ങളുടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഒരു സംസ്കാരം വളർന്നു വന്നാൽ ഈ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരൂലേ? നമ്മുടെ ഈ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിഠായി തൊലിച്ചിട്ട് പുറത്തേക്ക് തോല് വലിച്ചെറിയുക, അല്ലെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് കഴിച്ച ശേഷം തോല് പുറത്തേക്ക് വലിച്ചെറിയുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ പരിപാടിയൊന്നും ഇനി അവിടെ നടക്കൂല എന്ന് പറയുന്നത്. അതായത് എങ്ങനെ പൗരബോധവും പൗരധർമ്മവും ഒക്കെ കൃത്യമായി പഠിച്ച് അത് അനുഭവിച്ച് വളരേണ്ടി വരും. അത് അനുഭവിച്ച് പഠിച്ചു വരുന്ന രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ കുട്ടികൾ ഒന്ന് തുപ്പ് പോലും ഇല്ല പുറത്തേക്ക്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജനങ്ങൾ നടന്നു പോകുന്ന ഭാഗത്തേക്ക് തുപ്പുന്നു. നമുക്കറിയാം, ഇപ്പോൾ ചില സ്റ്റെയർ കേസിന്റെയൊക്കെ മൂലയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാൻ പറ്റൂല. ഇനി KSRTC സ്റ്റാൻഡുകളുടെയോ മറ്റ് പൊതു ശൗചാലയങ്ങളുടെ അടുത്ത് ചെല്ലുകയാണെന്നുള്ള ഏരിയക്ക് എടുക്കാൻ പറ്റൂല. അതാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെ വൃത്തിയാക്കിയിടണമെന്ന് നമ്മൾ പറയും. പക്ഷെ ആരത് കേടുവരുത്തുന്നത് ഈ പൊതുജനങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ അത് മാറണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം, എന്നാലേ നടക്കുള്ളൂ. ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിജയുടെ നേതൃത്വം ഈ ഭരണത്തെ ജനകീയമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമാക്കുന്നതിന്റെ തെളിവാണ് ഈ നടപടി എന്ന് നമുക്ക് കരുതാം. പ്രധാന റോഡുകളിൽ, അതുപോലെ ഡിവൈഡറുകളിലൊക്കെ തണൽ തരുന്ന മരങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ അതിന് യോജിച്ച മറ്റു സസ്യങ്ങളൊക്കെ നട്ട് നഗരങ്ങളെ ഹരിതാഭമാക്കണം. ഈ ഉത്തരവ്
ഉദ്യോഗസ്ഥരുടെ ജോലി സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കമ്മീഷണർമാർ മുതൽ വാർഡ് ഓഫീസർമാർ വരെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. അതായത് അവർ ചെയ്യുന്നതിന് താഴെ ഉള്ള പണി എന്തൊക്കെയാണെന്ന് അവർ അറിഞ്ഞിരിക്കണം. ഇത് ഭരണത്തിന്റെ ഒരു യഥാർത്ഥ ജനസമ്പർക്കം. ഈ സാധാരണക്കാർക്ക് വേണ്ടിയാണല്ലോ ഇവരെ നമ്മൾ നിയമിച്ചേക്കണേ. ആർക്ക് വേണ്ടിയാണ് തങ്ങളെ നിയമിച്ചേക്കുന്നതെന്ന് അവർക്കൊരു ബോധമുണ്ടാക്കാനും കൂടി ഇത് ഉപകരിക്കും. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർക്ക് ഇത് നേരിട്ട് ബോധ്യപ്പെടുക. ഇത് താഴെ നിന്നിങ്ങനെ റിപ്പോർട്ട് മേലേക്ക് കിട്ടിയിട്ട് അവസാനം ചോപ്പ് വരേണ്ട ഒരു അവസ്ഥ വരില്ല. ഇത് നേരിട്ട് കാണുമ്പോൾ മുകളിൽ നിന്ന് തന്നെ താഴോട്ട് അത് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. ഏതായാലും ദളപതി വിജയിയുടെ ഈ ചുരുങ്ങിയ കാലത്തെ ഭരണം പോലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നടത്തുന്ന ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിന്റെ ഈ ഒരു മാറ്റം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മളൊക്കെ കണ്ടുപഠിക്കണം, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇച്ഛാശക്തിയുള്ള ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ജനങ്ങൾക്ക് വേണ്ടി ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതൃത്വമാണ് യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കുക. അത് ഏത് ഭരണമായാലും. വിജയിയുടെ ഈ ഉത്തരവ് വെറും ഒരു ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമായി കാണേണ്ടതില്ല, ഒരു യുഗത്തിന്റെ ഒരു തുടക്കമാണെന്ന് പറയാം. അന്താരാഷ്ട്ര നിലവാരത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു തമിഴ്നാട്, അതാണ് വിജയന്റെ സ്വപ്നം. അത്തരത്തിലുള്ള ഒരു വിജയന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അധിക ദൂരം പോകുന്നു വേണ്ട. കാരണം ഇന്നത്തെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വളർന്നിട്ടുണ്ട്. ജനകീയ നേതൃത്വത്തിന്റെ മികച്ച ഉദാഹരണമായിട്ട് വിജയ് നിലകൊള്ളുമ്പോൾ ഈ രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇത്തരം ധീരമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അതൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ശുചിത്വവും പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഒരു സംസ്ഥാനം എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. അത് നടപ്പിലാവും. ദളപതിയുടെ ഈ മാസ് ഉത്തരവ് തമിഴകത്തിന്റെ ഭാവി തെളിക്കുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ്. നമുക്കൊക്കെ അത് ഏറ്റുപിടിക്കാം. നമ്മളൊക്കെ ഇങ്ങനെ വീടുകളിലിരുന്ന് കസരത്ത് നടത്തിയാൽ മാത്രം പോരാ. നമ്മുടെ മക്കളും അതുപോലെ നമ്മുടെ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ ആ പുറത്തേക്ക് വലിച്ചെറിയുന്ന ആ സംസ്കാരമുണ്ടല്ലോ, അതിനെ നിർത്താൻ നമുക്ക് പ്രചോദിപ്പിക്കാം. തുടങ്ങട്ടെ. വിജയ് തലമുതൽ തുടങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്നെങ്കിലും തുടങ്ങാം. Different angles. Don't forget to subscribe and support this channel.